ശ്രീമാത്രേ നമഃ. വക്രലക്ഷ്മി പരീവാഹ ചലന്മീനാഭലോചന. ദേവിയുടെ കണ്ണുകളിലുള്ള അനുകമ്പയും നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റിയും പറഞ്ഞു. അതായത് എന്നെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കരുണാദ്ര നയനം ഈ പ്രപഞ്ചത്തിലുണ്ട്. അതുകൊണ്ട് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം. തോന്നിയ പോലെ ചിന്തിക്കാനോ പ്രവർത്തിക്കുവാനോ പാടില്ല. കാരണം ചിന്തകളെ മുഴുവൻ ദേവി അവിടെ റെക്കോർഡ് ചെയ്തു വയ്ക്കും. സൂക്ഷിക്കണം, അവൾ മഹാരാജ്ഞിയും കൂടിയാണ്, അമ്മ മാത്രമല്ല. വക്രലക്ഷ്മി പരീവാഹ ചലന്മീനാഭലോചന. റെസ്റ്റ്ലെസ് ആണ് ദേവിയുടെ കണ്ണുകൾ, സദാ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി വേറൊന്നും കൂടിയുണ്ട്. എപ്പോഴാ കണ്ണുകൾ റെസ്റ്റ്ലെസ് ആവുക? എപ്പോഴും കണ്ണു ചലിച്ചുകൊണ്ടേയിരിക്കുക? അത് സ്വപ്നാവസ്ഥയിലാണ്. റാപ്പിഡ് ഐ മൂവ്മെന്റ് എന്നാണ് അതിനെ പറയുക. ദേവിയുടെ ഭാവനയാണ് ഈ പ്രപഞ്ചം. ഇനി വേറെയൊരർത്ഥം, എപ്പോഴാ നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടേയിരിക്കുന്നത്? ആരോ വരുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴാണ്. തന്നിൽ നിന്ന് ദൂരെയായ മക്കൾ എപ്പോൾ വരും എന്ന് സദാ ഉത്സുകയായിട്ട് സ്നേഹസ്വരൂപിണിയായ മാതാവ് വീട്ടുവാതിക്കൽ കണ്ണടയ്ക്കാതെ മീനാക്ഷിയായിട്ട് എത്ര ഭാഗ്യവാന്മാരാണ് നമ്മൾ. നവചമ്പക പുഷ്പാഭ നാസാദണ്ഡ വിരാജിത. ഇനി അടുത്തത് മൂക്കാണ്. നവചെമ്പകം, പുതിയ ചെമ്പകപ്പൂവിൻ്റെ, വിടർന്നു നിൽക്കുന്ന ചെമ്പകപ്പൂവിൻ്റെ ആഭയോട് അല്ലെങ്കിൽ ഭംഗിയോട് കൂടിയുള്ള നാസദണ്ഡം, മൂക്കിൻ്റെ പാലത്തോട് കൂടിയ ദേവി. മൂക്ക് മണക്കാൻ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഒരു പുഷ്പത്തോട് ഉപമിച്ചത്. അപ്പോൾ മൃദുവാണ്, അതേസമയം സുഗന്ധമുള്ളതുമാണ്. താരാകാന്തി തിരസ്കായ നാസാഭരണ ഭാസുര. ദേവിയുടെ മൂക്കിൽ 3 മുക്കുത്തികൾ ഉണ്ട്. വലതുഭാഗത്ത് ഒരു വളയ രൂപത്തിലുള്ള മുക്കുത്തി, മൂക്കിൻ്റെ പാലത്തിലെ മൂക്കിൻ്റെ 2 ഭാഗത്തെയും ഘടിപ്പിച്ചു നിൽക്കുന്ന മുക്കുത്തി, പിന്നെ ഇടതുഭാഗത്ത് ഒറ്റക്കല്ലോട് കൂടിയിട്ടുള്ള ഒരു മുക്കുത്തി. ഈ മുക്കുത്തികൾ നക്ഷത്രങ്ങളുടെ പ്രകാശത്തെ വെല്ലുന്ന പ്രകാശത്തോടു കൂടിയതാണ്. കന്യാകുമാരി ദേവി തൻ്റെ മുക്കുത്തിയുടെ പ്രകാശം കൊണ്ട് കൊടുങ്കാറ്റിൽപ്പെട്ട ഒരു കപ്പലിനെ രക്ഷിച്ചുവെന്നാണ്. നമ്മുടെ ജീവിതം കൊടുങ്കാറ്റിൽപ്പെട്ടു കിടക്കുന്ന കപ്പൽ പോലെയാണ്. നമ്മുടെ ജീവിത ബുദ്ധിമുട്ടുകളാകുന്ന കൊടുങ്കാറ്റിൽപ്പെട്ട് ഉഴറുന്ന നമ്മുടെ ജീവിതമാകുന്ന കപ്പലിന് വഴികാട്ടിയാണ് ദേവിയുടെ മുക്കുത്തി. കൊടുങ്കാറ്റിൽപ്പെട്ട് ആശ നിരാശകളിലും സുഖദുഃഖങ്ങളിലും പെട്ട് ഉഴറുന്ന നമ്മുടെ മനസ്സിനെ നേരായ വഴിയിലേക്ക് കൊണ്ടുപോകാനുള്ള വെളിച്ചമാണോ എന്ന് തോന്നും ദേവിയുടെ മുക്കുത്തി. താരാകാന്തി തിരസ്കാരി. നക്ഷത്രം വളരെ ദൂരെ എന്ന പോലെ വളരെ ദൂരെയാണ് ഈശ്വരൻ എന്നാണ് നമ്മുടെ സങ്കല്പമെങ്കിലും ആ ഈശ്വരന്റെ മുക്കുത്തിയിൽ നിന്ന് വരുന്ന പ്രകാശം നമ്മുടെ വഴികാട്ടിയായി വർത്തിക്കുന്നു. ഇവിടെ നമുക്ക്